ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരാം. കൗൺസിൽ ആക്ടുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേക്കിംഗ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മേജർ ആക്ട് പറഞ്ഞു. 1773 റെഗുലേറ്റിംഗ് ആക്ട് തുടങ്ങി ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ഒരു ആക്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇയർ 1892 ആണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ 1885 ഒരു മേജർ ചേഞ്ച് അല്ലെങ്കിൽ മേജർ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ 1885 ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്കൊന്നും വരുന്നില്ല. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് പിന്നീട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് അവർ കാരണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ് 1861 കൗൺസിൽ ആക്ട് പ്രകാരം 3 ഇന്ത്യൻസിനെ നമ്മൾ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്തല്ലോ, വൈസ്രോയ് നോമിനേറ്റ് ചെയ്തു. പക്ഷെ അവർ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ, ജനങ്ങളുടെ പീപ്പിൾസ് പേഴ്സൺ അല്ലായിരുന്നു. അത് വൈസ്രോയ് പുള്ളിക്ക് ഇഷ്ടമുള്ള മൂന്ന് ആൾക്കാർ, അതും വലിയ ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്തത്. അവർ വൈസ്രോയ് എന്ത് പറയുന്നു അത് സമ്മതിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അത് ശരിയല്ല. നമ്മുടെ ലോക്കൽ റെപ്രസെൻറ്റേഷൻ, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ അസംബ്ലിയിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് അത്യാവശ്യം ഹോൾഡുള്ള ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരെ ഒന്ന് ഒതുക്കാനെങ്കിലും വേണ്ടിയിട്ട് കുറച്ച് ഈ ആവശ്യം അംഗീകരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറച്ച് റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് നമുക്ക് സെൻട്രലിലും അതേപോലെ പ്രൊവിൻസുകളിലും ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ഈ രണ്ടിടത്തും അഡീഷണൽ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അഡീഷണൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരാണ്. അവരെ നമ്മൾ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ് വിളിക്കുന്നത്. ഓക്കെ, ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ഒരു ആവശ്യം. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, മെജോറിറ്റി അതിനകത്ത് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. ഈ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പാസ്സാക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു വലിയൊരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിലോ ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അത് കൂടുതൽ ഒഫീഷ്യൽ മെമ്പേഴ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ആവശ്യം പരിഗണിച്ച് കൂടുതൽ അഡീഷണൽ മെമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്താൻ ഒരു തീരുമാനമാവുകയാണ്. അതാണ് എക്സ്പാൻഷൻ ഓഫ് കൗൺസിൽ. പ്രൊവിൻസിലും സെൻട്രലിലും നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു തീരുമാനമാവുകയാണ്. ഈ 1892 കൗൺസിൽ ആക്ടിൽ വന്ന ഒരു മേജർ ഒരു ചേഞ്ചാണ്, ഒരു റീഫോമാണ് എലക്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ. എലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കല് ഇന്ന് കാണുന്ന പോലെ പ്രായപൂർത്തി വോട്ടവകാശമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇപ്പോൾ 18 വയസ്സിന് മേലുള്ള ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നു, എലക്ഷന് വോട്ട് ചെയ്യുന്നു. അതുപോലെ അല്ലായിരുന്നു അന്ന്. ഒരു ഇൻഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഫോർ ദി ഫസ്റ്റ് ടൈം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കൗൺസിൽ ആക്ടിൽ ഈ പറയുന്ന 1892 കൗൺസിൽ ആക്ടിൽ എവിടെയും എലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം പോലും യൂസ് ചെയ്തിട്ടില്ല. നോമിനേഷൻ എന്ന് പറയുന്ന ടേമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, നമുക്ക് പ്രൊവിൻസുകളിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എങ്ങനെയാണ് ഒരു മെമ്പറിനെ ചൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതേപോലെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഇവർ കുറച്ച് ആൾക്കാരുടെ പേര് മുന്നോട്ട് വയ്ക്കും. അതിൽ നിന്നും വൈസ്രോയ് ചൂസ് ചെയ്ത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നോമിനേറ്റ് ചെയ്യും. ഓക്കെ, ആരൊക്കെയാണ്? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് കൂടിയിരുന്ന്, ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യാപാരികൾ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അവർ പ്രൊവിൻസുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കുറച്ച് ആൾക്കാരുടെ പേര് മുന്നോട്ട് വയ്ക്കും. അതിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു അവിടെ സെൻട്രലിൽ. ഇനി അതേപോലെ പ്രൊവിൻസുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നും മുനിസിപ്പാലിറ്റീസും പിന്നെ മറ്റ് ട്രേഡ് യൂണിയനിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടല്ലോ, അങ്ങനത്തെ യൂണിവേഴ്സിറ്റി മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ, അവർ കുറച്ച് പേരുടെ പേര് മുന്നോട്ട് വയ്ക്കും. അതിൽ നിന്നും ചൂസ് ചെയ്ത് കുറച്ച് ആൾക്കാർ പ്രൊവിൻസുകളിലും പിടിച്ചിരുത്തും. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. നോമിനേഷൻ തന്നെയാണ് എന്നാലും നമ്മൾ പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ടിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, 1892 കൗൺസിൽ ആക്ടിലാണ്.
അപ്പോൾ എന്തൊക്കെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പരിശോധിക്കാം. മെമ്പേഴ്സിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു, നല്ല കാര്യം. ഇനി അതേപോലെ മെമ്പേഴ്സിന് ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രൊവിഷൻ. നമ്മുടെ പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത് നമുക്ക് ഭരിക്കുന്ന ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാം. അവരുടെ ആക്ഷൻസും അവരെടുക്കുന്ന ഡിസിഷൻസും ഒക്കെ നമുക്ക് എന്തിനങ്ങനെ ചെയ്തു, അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ വെച്ച് അവരോട് ചോദ്യം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അത് ബാക്കി എംപിമാരും MLA-മാരും ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അതുപോലെ ഇവിടെയും മെമ്പേഴ്സിന് ചോദ്യം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു. പക്ഷേ സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ അലൗഡ് അല്ല. അതായത് ഒരു മെമ്പർ എണീറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്താണോ ആ ഒഫീഷ്യൽ എന്ത് ഉത്തരമാണോ പറയുന്നത് അതും കേട്ട് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതും കേട്ടിരിക്കേണ്ടി വരും. സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ, മറുചോദ്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. ചോദ്യം ചോദിക്കാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ഓക്കെ, ആക്ടിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ദി ഫസ്റ്റ് ടൈം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇലക്ടറൽ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ആക്ടിൽ എവിടെയും ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്ടാണ്. പൊളിറ്റിക്കൽ അവയർനെസ് ഇൻക്രീസ് ചെയ്തു. അതായത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്തതിന് ശേഷം വന്നൊരു ആക്ടാണ്. ഈ കോൺഗ്രസിന് അത്യാവശ്യം മാസസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ അവയർനെസ്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. റെപ്രസെൻറ്റേഷൻ, എന്താണ് ഈ റെപ്രസെൻറ്റേഷൻ? ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പോവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഒരു തുടക്കം കുറിച്ചത് ഈ ഒരു ആക്ടിലൂടെയാണ്. ഇനി കൗൺസിൽ ആക്ടിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇലക്ഷൻസ് ഒന്നും അല്ല പെർഫോം ചെയ്തിരുന്നത്. പിന്നെ കൗൺസിലിൻ്റെ വളരെ വീക്ക് പവേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് അപ്പോഴും എണ്ണത്തിൽ കുറവാണ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽ മെമ്പേഴ്സ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പറയാനോ അതിലൊരു തീരുമാനം ആക്കാനോ സോൾവ് ചെയ്യാനോ അതിനൊന്നും ഉള്ള പവർ ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന് ഇല്ലായിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് നോട്ട് റെസ്പോൺസിബിൾ ടു കൗൺസിൽ, അതായത് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ് നമ്മുടെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചോ, അവർക്ക് അവരുടെ ആക്ഷൻസ്, അവർ എടുത്ത ഡിസിഷൻസിനെ പറ്റി കൗൺസിലിൽ വന്ന് ബോധ്യപ്പെടുത്തേണ്ടോ അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഒബ്ലിഗേഷൻ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവരാണ് എക്സിക്യൂട്ടീവ് വിഭാഗം. അവരെടുക്കുന്ന ആക്ഷൻസ്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ്, അതിനെപ്പറ്റി ദേ ആർ ആൻസറബിൾ ടു, അല്ലെങ്കിൽ ദേ ഹാവ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ലോക്സഭ എന്ന് നമ്മൾ പറയും. അവർ അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഈ ആക്ടിൽ എക്സിക്യൂട്ടീവിന് ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു മേജർ പോരായ്മയാണ്. 1892 കൗൺസിൽ ആക്ടിനെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ കാണുക, നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.